ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പലതരത്തിലുള്ള വീഡിയോ ഇടാറുണ്ട്. അതിലേറ്റവും കൂടുതൽ എനിക്ക് ആൾക്കാർ വ്യൂ ചെയ്തിരിക്കുന്ന കൃഷിയെ പറ്റിയുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തന്നെ കൃഷിയിലോട്ട് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് വന്നത്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ടല്ലോ എത്ര ഉരുളക്കിഴങ്ങാണ് ഇവിടെ. ചുമന്ന തരത്തിലെ, മഞ്ഞ കളറിലെ, കുറച്ച് ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി. അപ്പം ഇതൊക്കെ എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ്, ഇങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ കുറച്ച് വെളുത്തുള്ളി നല്ല റെഡി മണി ആയിട്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ നോക്ക്, കുറേ വെളുത്തുള്ളി ഉണ്ട്. ഇതിലുണ്ട്, വെളുത്തുള്ളി ഉണ്ടെങ്കിലും ഇത് അത്ര വലിപ്പം വെച്ചിട്ടില്ല. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പം നമുക്ക് പല അബദ്ധങ്ങളും പറ്റും. ഞങ്ങൾ വലിയ കൃഷിക്കാരല്ല. അപ്പം ഞങ്ങൾ കൃഷി ചെയ്തപ്പം ഞാൻ പണ്ടേ പറയുമായിരുന്നു, വെളുത്തുള്ളിയുടെ ഇല മഞ്ഞ കളറിലായിട്ടേ ഉള്ളൂ പറിക്കാവുള്ളെന്ന്. അപ്പം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾ നേരത്തെ പറിച്ചുകൊണ്ട് പാകമായില്ല. അതേ സമയത്ത് പാകമായത് നമുക്ക് നല്ല റെഡി ആയിട്ട് ഇരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ പറയുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെയും വെളുത്തുള്ളിയുടെയും വിശേഷങ്ങളാണ്. അപ്പം നിങ്ങൾ എന്നോടൊപ്പം വന്ന് നമ്മൾക്ക് കാണാം ഞങ്ങൾ എപ്പോഴാണ് ഇത് കൃഷി ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ വിളവെടുപ്പിൽ പങ്കെടുത്തത്. അതിനായിട്ട് നിങ്ങൾ എന്നോടൊപ്പം വരിക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്, ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റ്. അപ്പം ഈ ഉരുളക്കിഴങ്ങ് എപ്പം കൃഷി ചെയ്തതാണ്? ഇത് ഇന്ന് ഏപ്രിലിൽ ഇട്ടതാണ്. ഏപ്രിൽ മുതൽ ഫെബ്രുവരി ഇട്ടു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയപ്പോഴത്തേക്ക് അത് മൂത്ത്, തണ്ടെല്ലാം മൂത്ത്. അപ്പോൾ അത് കായിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പറിക്കാനുള്ള മൂത്തത, അല്ലെങ്കിൽ ഇത് നല്ല പച്ചക്ക് നിന്നേന്. ഇപ്പോൾ തണ്ടെല്ലാം പഴുത്തോണ്ട് അത് ശരിക്കും പറിക്കാറായെന്നുള്ളതാണ്. ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് 4 പീസായിട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് കിളിച്ചു വന്നു. മുള വരാനായിട്ട് വെയിറ്റ് ചെയ്യണം? വേണ്ട വേണ്ട, മുള എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി, കുഴിച്ചു വെച്ചാൽ മതി. കുഴിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് വളമോ വെള്ളമോ ഒന്നുമില്ല, വെള്ളം ഒഴിച്ചു വെച്ചാൽ മാത്രം മതി. വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. മണ്ണിളെ കിടക്കുവാന്ന് നല്ലോണം ഉണ്ടായിക്കോളും. ഉണ്ടാകും. അല്ല, വെള്ളം അധികം ഒഴിക്കണ്ടല്ലോ, തണുപ്പായതുകൊണ്ട് അധികം വെള്ളം. അപ്പൊ നമുക്ക് ഇവിടെ ഇന്നാണ് തുടങ്ങാൻ പോവാണ് വിളവെടുപ്പ് നോക്കാം. കുറച്ച് ചുമലപ്പൊട്ടാണ്, ചുമല ചെറുത്. എനിക്കറിയത്തില്ല, നാട്ടിലുണ്ടെന്ന് തോന്നുന്നല്ലേ ചുമന്നത്. ചുമന്ന പൊട്ടറ്റോയും ഉണ്ട്, യെല്ലോ പൊട്ടറ്റോ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ ചുമന്നതാണ്. സ്റ്റില്ലാണ്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ശരിയാ, അത് എനിക്ക് കുറച്ച് നമുക്കങ്ങ് തിരിച്ചു വെക്കാൻ തോന്നുന്നു. ചെറിയ പൊട്ടറ്റോ. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊലിയൊന്നും കളയണ്ട. നമ്മൾ കറി വെക്കുമ്പം ഇതിന്റെ തൊലിയിൽ തന്നെ വൈറ്റമിൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ അന്ന് ബീഹാറിലൊക്കെ പഠിക്കുമ്പം ഞാൻ കേട്ടിട്ടുള്ള പൊട്ടറ്റോയുടെ തൊലി കളയാതെ തന്നെ കറി വെക്കണമെന്നാണ്. അപ്പം പ്രത്യേകിച്ച് ഈ ചുമന്ന പൊട്ടറ്റോയ്ക്ക് ഒത്തിരി ഒത്തിരി പ്രയോജനങ്ങളുള്ളതാണ്. ചെറുതല്ല, അതാണ്ട് വലുതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയല്ലേ വലുതാക്കുന്നത്, ഇത് ചെറിയ ടൈപ്പ്. ഇത് ചെറിയ ടൈപ്പ് പൊട്ടറ്റോ ആണ്. അതുകൊണ്ട് ഇത് വെള്ള അതിനുള്ളൂ, വലുതാണ്. വെള്ള പൊട്ടറ്റോ ഒത്തിരി വലുതായിട്ട്. അതായത് നിങ്ങൾ ഓർക്കണം, ഇതിപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്ര മാസത്തിനകം ഉണ്ടായ കാര്യങ്ങളാണിത്. പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നുമില്ല. നല്ല ഇളകിയ കുറച്ച് മണ്ണ്, പിന്നെ പൊട്ടറ്റോ മുള ഉണ്ടെങ്കിൽ ഇച്ചിരി നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് മുളയും കൂടെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിളുത്ത് വരും. മണ്ണിനടിയിലോട്ട് കുറച്ച് പോയി തട്ടിപ്പിടിച്ചെടുക്കണം. വേറെ കണ്ടോ വരുന്നത് കണ്ടോ. വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ കിട്ടുക എന്നുള്ളത്. ഇതൊക്കെ കാണുമ്പം ഞങ്ങൾ പാറ്റ്നയിൽ നേഴ്സിങ്ങിനൊക്കെ പഠിക്കുമ്പം അത്രയ്ക്ക് ഫുഡൊക്കെ അത്രയ്ക്ക് ഫുഡില്ലെന്നല്ല പറയുന്നത്, നമ്മളുടെ ഒരു ഉണ്ടല്ലോ ഹോസ്റ്റലിലെ ഫുഡൊക്കെ. അപ്പം ചില സമയങ്ങളിലൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ വളരുന്ന സമയമല്ലേ, വൈകുന്നേരം ഒന്നും ഇല്ലാതിരിക്കുമ്പം ഞങ്ങളുടെ അവിടെ പൊട്ടറ്റോ സിസ്റ്റേഴ്സൊക്കെ പൊട്ടറ്റോ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ പൊട്ടറ്റോ പറിച്ചിട്ട്
അന്നാണ് പൊട്ടറ്റോ പുഴുങ്ങി തിന്നാമെന്ന് തന്നെ അറിഞ്ഞത്. ഞങ്ങൾ പൊട്ടറ്റോ പുഴുങ്ങി പൊട്ടറ്റോ ചുട്ട് ഒക്കെ തിന്നിട്ടുണ്ട്. ചെറുതൊക്കെ ഇനി തിരിച്ചു കുഴിച്ചു നോക്കാൻ കുഴിച്ച് വെച്ചാൽ ചിലപ്പോൾ കിളിക്കും, ചിലപ്പോൾ ഉണങ്ങിപ്പോവും. അതിന് ചൂടായതുകൊണ്ട് അത് പിടിക്കത്തില്ല. എനിക്ക് ആ വശത്തെ മണ്ണൊന്ന് ഇളക്കണമെന്ന് തോന്നുന്നു. ആ വശത്ത് ചെറുതാണെങ്കിൽ ഇട്ടോ, നമുക്ക് സാമ്പാറിനകത്തോട്ടൊക്കെ ഇടാം. നല്ല പറമ്പിലുണ്ടായതല്ലേ. അത് കുഴപ്പമില്ല, ഞാൻ പിന്നെ അതെല്ലാം തരംതിരിച്ചെടുത്തോളാം. ആ മണ്ണിനടിയിലുണ്ടോയെന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ ചട്ടി കഴിഞ്ഞ് ഇതിപ്പം രണ്ടാമത്തെ ചട്ടി. ഇത് വെള്ളപ്പൊട്ട, ഇത് വെള്ളയാണ്. ഇവിടെ പലതരം പൊട്ടറ്റോകളാണ് നട്ടു വെച്ചിരിക്കുന്നത്. നമ്മൾക്ക് കൂടുതൽ പരിചയമുള്ളത് വെള്ളയല്ലേ. വെള്ളയോ മഞ്ഞയോ എന്താണെങ്കിലും അതൊക്കെ നമുക്ക് വലുതാണ്. നമ്മൾ ഇളക്കിളക്കി വരുമ്പോൾ ഇങ്ങനെ പൊട്ടറ്റോ വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി. ടെക്സസിൽ ഇപ്പം തണുപ്പ് മാറി നല്ല ചൂടായി. ടെക്സസ് എന്ന് പറയുന്ന ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. ഇനിയിപ്പം നല്ല ചൂടായിരിക്കും. ഞങ്ങളതല്ല, ചിക്കാഗോയിൽ ചെന്നപ്പം അവിടെ ഇപ്പം തണുപ്പ് മാറി വരുന്നതേ ഉള്ളൂ. അവിടെയൊക്കെ ആണെങ്കിൽ കൃഷിയൊന്നും ശരിക്കും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല. കണ്ട, ഒത്തിരി ആഴത്തിലല്ല ഇത് കുഴിച്ചു വെച്ചിരിക്കുന്നത്, പെരിഫറലായിട്ട്. അധികം ഡീപ്പിലൊന്നും വെക്കണ്ട. മണ്ണ് ഇളകി ലൂസായിട്ടുള്ള മണ്ണ് വേണമെന്നേ ഉള്ളൂ. ഒത്തിരി ആഴത്തിൽ വെച്ചാൽ നമുക്ക് തന്നെ പണിയാണ്. പിന്നെ അത് മൊത്തം ഇളക്കി വേണം പറിക്കാൻ. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ, ഇത് കണ്ടോ, ഇത് വലിയ പൊട്ടറ്റോ വരുന്നത്. എനിക്ക് എന്നാൽ ഇത് മഞ്ഞ കളറിലെയാണ് വലിയ പൊട്ടറ്റോ. പക്ഷേ ഗുണങ്ങൾ കൂടുതൽ ഈ റെഡ് പൊട്ടറ്റോയ്ക്കെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല. നല്ലോണം അവിടെ മണ്ണി നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി വല്ലോ ബാക്കിയൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കും. രണ്ടാമത്തെ ചട്ടി അങ്ങനെ നമ്മുടെ കഴിഞ്ഞ്. മൂന്നാമത്തെ ചട്ടി, ഇതും റെഡ് പൊട്ടറ്റോയാണ്. നല്ല ഭംഗിയുണ്ട് പറിച്ചെടുക്കുമ്പോൾ. കണ്ടോ, ഇതിന് മണ്ണ് ലൂസായിരിക്കണം, ഫ്രൈമേ ഉള്ളു. അതുകൊണ്ടാണ് കൂടുതലും ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുന്നത്. ടെക്സസിലെ മണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലേ പോലെയാണ്, പാട. മണ്ണിനകത്തൊക്കെ ഉണ്ട്. അല്ലാണ്ട് അടിയിലൊക്കെ ഉണ്ട്. മണ്ണ് മാറ്റി മാറ്റി വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ ഇവിടെ നിർത്തണമായിരുന്നു തോന്നുന്നു. വളർന്നില്ല, ഞാൻ കൂടെ വലുതാണായിരുന്നു. പിന്നെ അതുമല്ല, ഇനിയിപ്പോൾ നമുക്ക് ഈ പോട്ട് ഇന്ത്യൻ വെജിറ്റബിളിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടതും കൂടിയാണ്. ഐ മീൻ ഇന്ത്യൻ വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പാവൽ, പടവൽ അങ്ങനത്തെ സാധനങ്ങൾ. ഞാൻ തീർന്നു തോന്നുന്നു.
മൂന്നാമത്തെ. ഓ ഇത് റെഡാ. എനിക്ക് റെഡ് പൊട്ടറ്റോ കൂടുതൽ ഇഷ്ടം. കൂടുതൽ നമ്മൾ റെഡായിട്ട് കൂടുതൽ റെഡ് ഇട്ടല്ലേ. ഇതിനകത്ത് എന്താ നിൽക്കുന്നത്? ഒരു ചീര. മറ്റേ പച്ചച്ചീര, അല്ല ചൈനീസ് ചീര. ചൈനീസ് ചീര. ഓ ഇത് നമുക്ക് ഉണ്ടല്ലോ ചൈനീസ് ചീര നിങ്ങൾ കണ്ടോണം. ഇത് നമുക്ക് നല്ലതാണ്. തോരൻ വെക്കാം, മുട്ട ഇട്ട് വെക്കാം, പിന്നെ നമുക്ക് പരിപ്പിട്ട് കറി വെക്കാം. സ്പിന്നച്ചൊക്കെ ഇടുന്ന പോലെ നല്ലതാണ് ഈ ചൈനീസ് ചീര. അതും അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒരു പ്രാവശ്യം കുഴിച്ച് വെച്ചാൽ അത് കിളത്ത് വന്നു. നമ്മുടെ ഒരു നാട്ടിലൊക്കെ കപ്പയൊക്കെ പറിക്കുന്ന പോലെ വിളവെടുപ്പ് ഉത്സവമാണ്. പൊട്ടറ്റോ പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ മതി. എത്ര നാൾ വേണേലും ഇത് നിന്നോളും. ഒരു വർഷം വേണമെങ്കിൽ ഒരു വർഷം നമുക്കിത് ഉപയോഗിക്കാം. കേടാവത്തില്ല. അഥവാ കേടാവണം തോന്നുവാണെങ്കിൽ കുറച്ചെടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കണം. സാധാരണ ഞാനങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാറില്ല. ഇവിടെ നോക്കിയ പൊട്ടറ്റോ നോക്കിയ എന്ത് വൃത്തിയാണ്. അതിൽ മണ്ണ് പോലും ഇല്ല. ചെള്ളയോ മണ്ണോ ഒന്നുമില്ല. നേരാണോന്ന് എനിക്കറിയത്തില്ല. പൊട്ടറ്റോയുടെ ഇല വിഷമാണെന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് എനിക്കറിയാം. അതേപ്പറ്റി ഞാനധികം ഒന്നും നോക്കിയിട്ടില്ല. നേരാണോന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് അതേപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ പറയുക. അവിടെ നമ്മുടെ അഞ്ചാമത്തെ ഇതിനകത്തൊരു കോവലൊക്കെ കിളിച്ചതൊന്ന് വളരെ സൂക്ഷിച്ച് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. ഇതിനകത്ത് പക്ഷെ അധികമില്ലായിരുന്നു. ചെറിയൊരു 2 മൂടേ ഉള്ളായിരുന്നു. ഇതിനകത്ത് വേറെ എന്തൊക്കെയോ കിളച്ച് നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഇതിനെ ചെയ്യുന്നത്. അന്നേരം ഉണ്ട്. ഞാനിത് നിങ്ങളെ കാണിക്കാൻ കാരണം ഇത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ വിചാരിക്കല്ലേ ഞങ്ങളൊരു കർഷക ഫാമിലിയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന്. എൻ്റെ വീട്ടിലൊന്നും അധികം സ്ഥലം പോലും ഇല്ല. നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ വീട് മാന്നാനത്തായിരുന്നു. മാന്നാനം കവലയുടെ അടുത്തായിട്ട് വഴിയരികിലായിരുന്നു വീട്. പറമ്പൊന്നും അധികമില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കായംകുളമാണ്. അവർക്ക് തെങ്ങ്, അങ്ങനെ ചേമ്പ്, ചേനയൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ പച്ചക്കറികളൊന്നും അധികം ഉരുളക്കിഴങ്ങ് കൃഷിയൊന്നും ഉള്ളതായിട്ട് അല്ലേ, അതൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളിതൊക്കെ ഇൻട്രസ്റ്റിൽ ചെയ്തതാണ്. ഇതിൽ ചില പാകപ്പിഴകളൊക്കെ കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളിപ്പോൾ വേറെ രീതിയിലാണ് ഇതിൽ ബെറ്ററായിട്ടുള്ളതാണെങ്കിൽ പറഞ്ഞു തരിക. ഇനി ലാസ്റ്റ് മൂഡാണിത്. ഇവിടെയും എനിക്കറിയത്തില്ല, വലിയ കാര്യമായിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ കോവലൊക്കെ വെച്ചുകൊണ്ട് അരികിൽ ഇച്ചിരി ഉള്ള കുഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നോക്കാം, സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. കാരണം ഇതിനകത്ത് മറ്റു പല സാധനങ്ങളും കിളുത്തിട്ടുണ്ട്. കോവലോ പടവലോ ഏതാണ്ടൊക്കെ ഈ ചട്ടിക്കകത്ത് കിളുത്തിപ്പുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എല്ലാം റെഡ് അല്ലേ? വൈറ്റോ യെല്ലോയോ വൈറ്റോ ഒരെണ്ണമേ ഉള്ളൂ. നാട്ടിലെ കാലാവസ്ഥയായിട്ട് എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല. പൊട്ടറ്റോ കിളുക്കുവോ ഇല്ലയോ എന്ന്. എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു. അല്ല, പച്ചക്കറി തോട്ടം അല്ല, പച്ചക്കറി കച്ചവടം.
അപ്പോൾ ഇങ്ങനെ അവിടുന്ന് ബാക്കി വരുന്ന പൊട്ടറ്റോ ഒക്കെ ഇങ്ങനെ ഇച്ചിരി കിളുത്ത് വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കായൊന്നും ഉണ്ടായി കണ്ടിട്ടില്ല. നമ്മൾ വേസ്റ്റൊക്കെ കളയുന്ന അവിടുന്ന്. വളരെ രസകരമായ ഒരു കാര്യമാണ്, ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇനി എത്ര എണ്ണം ഉണ്ട്, എത്ര വിത്തുകളുണ്ട്, എത്ര ഉരുളക്കിഴങ്ങുണ്ട്. എന്താ കോവലിനെ കളയല്ലേ, കാരണം കോവൽ ഇവിടെ പിടിക്കാനും കിളുക്കാനും ഒക്കെ ഭയങ്കര പ്രയാസമാണ്. പിള്ളേർക്കാണെങ്കിൽ കോവയ്ക്ക ആണ് ഭയങ്കര, പൊട്ടറ്റോ ഇഷ്ടമാണ്, കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് വലിയ കാര്യമായിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കട്ടെ, നിങ്ങൾക്ക് ചട്ടിയൊന്നും ഇല്ലെങ്കിൽ കണ്ടോ, ഒരു ചാക്ക് പോലത്തെ ഒരു സാധനത്തിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെ തക്കാളി ഇതിനകത്ത് അധികം ഉണ്ടായില്ലെന്ന് തോന്നുന്നല്ലേ. ഇത് ഉണ്ട്, ഉള്ളത് വലുതൊന്നാണ്. അത് നല്ലതാണല്ലോ. കണ്ടോ, കുറച്ചേ ഉള്ളെങ്കിലും നല്ല വലിപ്പത്തിലാണ്. ഞാനോർത്ത് അതിനകത്ത് ഇല്ലെന്നാണ്, പക്ഷെ അതിനകത്താണ് ഏറ്റവും വലിപ്പമുള്ളതുണ്ടായി. കണ്ടോ, അത് കാരണം നിങ്ങൾ ചട്ടി ഇല്ല എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഈ മണ്ണെല്ലാം നല്ലതാണ്. ഇനി നമുക്ക് ഇച്ചിരി എന്തെങ്കിലും ചേർത്ത് ഇതിനകത്ത് അടുത്ത നമുക്ക് വെണ്ടയോ ഒക്കെ നോക്കി കണ്ടോ, ഇതിനകത്തെയാണ് വലുത്. വരുന്ന വഴിക്ക് ഒരു അയ്യോ ടൊമാറ്റോ പൊളന്നു പോയി. ഒരു ടൊമാറ്റോ കിട്ടിയപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്ത്. ഇത് കണ്ട റെഡാ, കണ്ടോ ചാക്കിനകത്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് ചട്ടി ഇല്ല എന്നോർത്ത് വിഷമിക്കില്ല. ഞാൻ നോക്കിയിട്ട് ഇതിനകത്തെയാണ് നല്ല വലിപ്പത്തിൽ കിട്ടിയത്. എനിക്ക് വന്ന മണ്ണ് കുറച്ച് മതി, അധികം മണ്ണ് വേണ്ട ആഴത്തിൽ. വലിപ്പമുള്ളത് ഇതിനകത്ത് ഇനി ഞങ്ങൾ ഈ ഇഞ്ചി നടും. സാധാരണ ഇത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇഞ്ചിയാണ് സാധാരണ നടുന്നത്. അതിനകത്തോട്ട് ഇഞ്ചി നടുമ്പോൾ കാരണം മണ്ണ് നല്ല ലൂസായിട്ടിരിക്കുമല്ലോ. അതെന്താ കേടായിപ്പോയോ, അതെല്ലാം വലുതാണ്. അത് കേടായോ? അപ്പം നിങ്ങൾ ഇന്ന് കണ്ടത് ഞങ്ങളുടെ ഇവിടെ ടെക്സസിലെ ഉരുളക്കിഴങ്ങ് വിളവെടുപ്പായിരുന്നു. നോക്ക്, ഞങ്ങളൊരു 5-6 പിന്നെ ചാക്കിനകത്തും അങ്ങനെ ഒരു ചെറിയ തോതിൽ ഫെബ്രുവരിയിൽ അധികമൊന്നും വെച്ചില്ല. എനിക്ക് തോന്നുന്നു മൊത്തം ഒരെണ്ണത്തിനകത്ത് ഒരു 8 മൂട് അങ്ങനെ ഒരു കണക്കിലാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വേറെ പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്തില്ല, പ്രത്യേക വളമോ പ്രത്യേക വെള്ളമോ ഒന്നും ചെയ്തില്ല. അതിൽ നിന്ന് നമുക്ക് അധികം മുതൽ മുടക്കില്ലാതെ ഇത്രയും പൊട്ടറ്റോ കിട്ടി. അപ്പം എന്ത് നല്ല കാര്യമാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പൊട്ടറ്റോ ആയിക്കോട്ടെ, സവോള ആയിക്കോട്ടെ, വെളുത്തുള്ളി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമല്ലേ. അപ്പം ഞങ്ങൾ സാധാരണ ഇതെല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഇത്രയും ചട്ടിയിൽ ഞങ്ങൾ വെക്കാറില്ല, ചെറിയ തോതിലായിരുന്നു. ഈ വർഷം കുറച്ചും കൂടെ ചെയ്ത് അടുത്ത വർഷം ഇനി ഇതിലും കൂടുതൽ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിങ്ങനെ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാറുണ്ടോ? അപ്പം നിങ്ങൾക്കിങ്ങനെ വിളവ് കിട്ടാറുണ്ടോ? അപ്പം ഈ വേറെ എന്തെങ്കിലും രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത്? ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് പരസ്പരം കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മളത് ഇപ്പം ഇനി അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതിനെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കഴുകും. അത് മണ്ണുണ്ടല്ലോ, വെള്ളം ഒഴിച്ച് തേണ്ട നന്നായിട്ട് കഴുകി. ഇതിപ്പം ആദ്യമല്ല, ഇതിപ്പോൾ 3-4 പ്രാവശ്യം കഴുകി. പൊട്ടറ്റോ നല്ല വൃത്തിക്കായിരുന്നെങ്കിലും പക്ഷെ നല്ല മണ്ണുണ്ടായിരുന്നു ഇതിൽ. പിന്നെ നോക്കടുത്ത് നമ്മുടെ ചുമന്ന പൊട്ടറ്റോയും കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇതൊക്കെ കാണുന്നത് തന്നെ ഒരു ഭംഗിയല്ലേ.
നമ്മൾ നമ്മുടെ ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തിന് ഇതൊരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്ത് അല്ലേ മെയ്യിൽ. അപ്പം നമ്മൾ സന്തോഷമായിട്ടിരിക്കാനായിട്ട് സന്തോഷം ആരും നമുക്ക് കൊണ്ട് തരത്തില്ല. നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ട സന്തോഷം എവിടുന്ന് കിട്ടും എന്ന് അലഞ്ഞു നടക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്ത് നമ്മളെ ഹാപ്പിയാക്കാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ ഹാപ്പിയാക്കാൻ പറ്റും. ഒരു ഹെൽത്തി ഫുഡും ഹെൽത്തി വെജിറ്റബിളും കൊടുക്കുന്നത് തന്നെ ഒരു നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും തരത്തില്ലേ. പിന്നെ ഇത് ഫിസിക്കൽ ഹെൽത്തിനും നല്ലതല്ലേ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് അവധിയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിറങ്ങി പൊട്ടറ്റോ പറിച്ച് വിളവെടുത്ത് കഴുകി വൃത്തിയാക്കി ഉണ്ടോ. അപ്പോൾ ഒരുമിച്ച് ഇത് ചെയ്യുന്നതും നമ്മുടെ ആ പരസ്പരമുള്ള സ്നേഹവും ഒക്കെ ആ ബോണ്ടിങ് ഒക്കെ ഒന്ന് ദൃഢമാക്കാനായിട്ട് സഹായിക്കത്തില്ലേ. അത് എനിക്കതാ പറയാനുള്ളത്. സന്തോഷം എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കി നടക്കാതെ നമുക്കുള്ള അവസ്ഥയിൽ നമുക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പം ദൈവകൃപയാൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ഡയബറ്റിക്കിൻ്റെയോ ഹൈപ്പർ ടെൻഷൻ്റെയോ ഒന്നിൻ്റെയും മെഡിസിൻ എടുക്കുന്നില്ല. കാരണം കിട്ടുന്ന സമയത്തെല്ലാം നന്നായിട്ട് ഇങ്ങനെ പറമ്പിൽ ജോലി ചെയ്യും. നിങ്ങൾ വിചാരിക്കില്ല പണ്ടേ എനിക്കിതായിരുന്നു പണിയെന്ന്. പക്ഷേ ഇങ്ങനെ കൃഷി ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ കൂടി എനിക്കും ഇഷ്ടമായി. പണ്ട് മുതലേ എനിക്കിഷ്ടമായിരുന്നു, പറമ്പില്ലാത്തൊരു കുറവായിരുന്നു. കണ്ടോ നിങ്ങൾ വെളുത്തുള്ളി കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, മറ്റേത് പറിച്ചപ്പം ഒന്നുമില്ല. ഇത് നോക്കി, ഇതിൻ്റെ തണ്ട് നോക്കി പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം വെളുത്തുള്ളി കുഴിച്ച് വെക്കുമ്പം പറിക്കുന്നതിന് മുമ്പ് മേക്ക് ഷുവർ ചെയ്യണം ഇതിൻ്റെ തണ്ടെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നതെന്ന്. കണ്ടോ, നല്ല തണ്ട് ഉണങ്ങിയതിൽ നിന്ന് നമുക്ക് നല്ല വെളുത്തുള്ളി കിട്ടും. പക്ഷേ മറ്റേത് ഞാൻ കാണിക്കാം, അവിടുത്തെ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാണ്, അത് ഒത്തിരി റെഡി ആകാനുണ്ട് ഇനി. അതുപോലെ അതിൻ്റെ മണ്ടയിലോർണം പോകുന്നു. പിന്നെ അതുപോലെ തന്നെ സവോളയും കണ്ടോ, ഞാൻ കാണിച്ചില്ല, ഇലയൊക്കെ ഇപ്പോഴും നല്ല പച്ചപ്പ്, അതുകൊണ്ട് അത് പറിക്കാറായിട്ടില്ല. നമ്മളിങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ വരും. ഇപ്പം ഇന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ ടൊമാറ്റോയും ഈ കൂടെ തന്നെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വെളുത്തുള്ളി ഹാർവെസ്റ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. ഇതും നിങ്ങൾ കണ്ടല്ലോ, ഫെബ്രുവരിയിൽ വെച്ചതാണ് വെളുത്തുള്ളി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കുറച്ച് നാളും കൂടെ നിർത്തണമെന്നാണ്. പക്ഷേ നമ്മൾക്ക് ഇന്ത്യൻ വെജിറ്റബിളൊക്കെ കൃഷി ചെയ്യണം. ഇതങ്ങ് കാടായിട്ട് നിൽക്കുവാണ് ഇവിടെ. പുറത്തെന്നാൽ ഇന്നങ്ങ് പറിച്ച് നോക്കാം എങ്ങനെയാണ്, മൂട്ടിലൊക്കെ വല്ലതും ഉണ്ടോ. നമ്മളിത് ഒരു വശത്തെ നമ്മൾ പറിച്ച് നോക്കപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് ശരിയായിട്ടില്ല. ഞങ്ങൾക്കൊരു മിസ്റ്റേക്കാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് പറിച്ചാൽ മതി. നമ്മൾ ഒരു വശത്തെ പറിച്ചു. നമ്മളിത് കണ്ടോ, ഞാൻ എപ്പോഴും പറയും ഇതിൻ്റെ ഇല കണ്ടോ, ഇല ഉണങ്ങിയിട്ടേ ഉള്ളൂ പറിക്കാവുള്ളതെന്ന്. ഇല കണ്ടോ വെളുത്തുള്ളിയുടെ ഇല പഴുത്ത് ഉണങ്ങി നല്ല വലിയ വെളുത്തുള്ളി കണ്ടോ. പക്ഷെ മറ്റേത് കണ്ടോ, ഇല പച്ചച്ച് നിൽക്കുമായിരുന്നു, നമ്മളത് നേരത്തെ പറിച്ചതാണ്. അപ്പം ഇപ്രാവശ്യം ഒരബദ്ധം പറ്റി. കണ്ടോ, ഇത് കണ്ടോ, വെളുത്തുള്ളി പച്ചയ്ക്ക് നിൽക്കുന്ന പറിച്ചാൽ അത് റെഡി ആയിട്ടില്ല. കണ്ടോ, ഇപ്പം നമ്മൾ ഈ ഇല ഉണങ്ങി നിൽക്കുന്നത് പറിക്കണം. അപ്പം നമുക്ക് ഇത് കണ്ടോ, ഇതുപോലെ വലിയ വെളുത്തുള്ളി കിട്ടും. ഇത് കണ്ടോ, ഇപ്പം പറ്റിയ അബദ്ധം പച്ച ഇലയായിരുന്നു. അത് പറിച്ചിട്ട് നോക്ക്, ഇതിൻ്റെ മൂട്ടിലൊന്നും വലിയ കാര്യമായിട്ടില്ല, ഉണ്ട്. പക്ഷെ എന്നാലും ഇത് ഒത്തിരി ഇനി ഉണ്ടാകേണ്ടതായിരുന്നു. അപ്പോൾ പറ്റിയൊരു അബദ്ധമാണിത്. വെളുത്തുള്ളിയുടെ പറിച്ചിലൊരു ശരിയായില്ല, പരാജയമായി. കാരണം ഇനി ഇപ്പം പറിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇനിയും നമ്മൾക്ക് കുറച്ച് വെളുപ്പമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ പറിക്കുന്നില്ല, കാരണം ഇത് റെഡി ആയില്ല. ഇതിൻ്റെ ഇലയെല്ലാം ഇപ്പോൾ പച്ചയ്ക്കാണ്. ഞാൻ പണ്ടേ പറയുമായിരുന്നല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സവോള ഇങ്ങനെ നമുക്ക് കാണാം, ഉണ്ടായി നിൽപ്പുണ്ട്. പക്ഷേ അതും റെഡി ആയിട്ടില്ല. അതൊക്കെ ഇനി വരുന്ന ആഴ്ച പറിക്കാം. അതുപോലെ കണ്ടോ, വെളുത്തുള്ളി എല്ലാം പച്ചച്ച് നിൽക്കുക, അതുകൊണ്ട് അടുത്ത ആഴ്ച പറിച്ചായിരുന്നല്ലോ ടൊമാറ്റോ.
എൻ്റെ ടൊമാറ്റോയിൽ നിന്ന് ഇത്രയും പഴുത്ത ടൊമാറ്റോ കിട്ടി. എനിവേ ഇന്ന് ഈ ടൊമാറ്റോയിനൊക്കെ കണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ ഉണ്ടായി നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് ഒരു ചേമ്പ് നിൽക്കുന്നു. ടൊമാറ്റോ കൊണ്ട് പച്ച ടൊമാറ്റോ തോരൻ വെക്കാം. പക്ഷേ എനിക്കത് ശരിക്കും പാകത്തിന് എടുക്കാനായിട്ടുള്ള ഒരു പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ട് അതങ്ങ് കുഴഞ്ഞു പോവുക ചെയ്യുന്നത്. എനിക്ക് പക്ഷേ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന്. ഉണക്കമീനൊക്കെ ഇട്ട് കറി വെക്കാൻ എനിക്കിഷ്ടമാണ്.